ജില്ലയിലെ വലിയ പഞ്ചായത്തുകളിലൊന്നാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. 5 വർഷത്തിനിടെ 4 പഞ്ചായത്ത് പ്രസിഡന്റുമാരും 2 വൈസ് പ്രസിഡന്റുമാരുമാണ് ഇവിടെ ഭരണം കൈകാര്യം ചെയ്തത്. പീച്ചി ഡാം ഇവിടെ സ്ഥിതി ചെയ്യുന്നതിനാൽ വിനോദസഞ്ചാര മേഖലയെന്ന ഖാതിയുണ്ട് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്. കൂടാതെ തൃശൂർ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് പീച്ചി ജലസംഭരണിയിൽ നിന്നാണ്. 141.71 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് ഈ പഞ്ചായത്ത്. 23 വാർഡുകളുള്ള പഞ്ചായത്തിലെ ജനസംഖ്യ 47,000-ഓളമാണ്. വോട്ടർമാർ 34,835. നിലവിൽ പഞ്ചായത്തിന്റെ ഭരണം LDF-നാണ്. കോൺഗ്രസ് 13, കേരള കോൺഗ്രസ് 1, CPM 7, CPI 2 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. 5 വർഷത്തിനിടെ 4 പഞ്ചായത്ത് പ്രസിഡന്റുമാരും 2 വൈസ് പ്രസിഡന്റുമാരുമാണ് ഇവിടെ ഭരണം കൈകാര്യം ചെയ്തത്. തുടക്കത്തിൽ UDF-നായിരുന്നു ഭരണമെങ്കിലും അവിശ്വാസ പ്രമേയത്തിലൂടെ അന്നത്തെ പ്രസിഡന്റ് PV പത്രോസ് പുറത്തായി. പിന്നീട് UDF-ന്റെ പിന്തുണയോടെ LDF-ന്റെ KV ജോസ് പ്രസിഡന്റായെങ്കിലും അവിശ്വാസ പ്രമേയത്തിലൂടെ അദ്ദേഹത്തെയും പുറത്താക്കി. ഇതേ തുടർന്ന് UDF-ലെ റോയ് കെ ദേവസി പ്രസിഡന്റ് പദവിയിൽ എത്തിയെങ്കിലും പ്രസിഡന്റ് അടക്കം 7 അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയതിനാൽ ഇദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനവും നഷ്ടമായി. വീണ്ടും ഭരണം LDF-ന്റെ കൈകളിൽ എത്തിയതോടെ CPM-ലെ CM ദാമോദരൻ ഒടുവിൽ പ്രസിഡന്റായി. പാണഞ്ചേരി പഞ്ചായത്തിലെ 23 വാർഡുകളിൽ 12 എണ്ണവും വനിതാ സംവരണമാണ്. ഇത്തവണ പ്രസിഡന്റ് പദവി പട്ടികജാതി വനിതയുടെ കൈകളിലാണ്. പാണഞ്ചേരി, താണിപ്പാടം, പൂവൻചിറ, ചുവന്നമണ്ണ്, വടക്കുംപാറ, തെക്കുംപാടം, എടപ്പലം, പീച്ചി, വിലങ്ങന്നൂർ, വീണ്ടശ്ശേരി, പയ്യനം, കൂട്ടാല എന്നിവയാണ് വനിതാ സംവരണ വാർഡുകൾ. ഇതിൽ തെക്കുംപാടം പട്ടികജാതി വനിതാ സംവരണ വാർഡായതിനാൽ ഇവിടെയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ വാശിയേറിയ പോരാട്ടം നടക്കുക. ചെമ്പൂത്ര, പട്ടിക്കാട്, വാണിയമ്പാറ, കൊമ്പഴ, മയിലാട്ടുംപാറ, താമരവെള്ളച്ചാൽ, കണ്ണാറ, മാരായ്ക്കൽ, ആൽപ്പാറ, ചിറക്കുന്ന്, മുടിക്കോട് എന്നിവ ജനറൽ വാർഡുകളാണ്. ഇതിൽ താമരവെള്ളച്ചാൽ, മുടിക്കോട് എന്നീ 2 വാർഡുകൾ പട്ടികജാതി സംവരണവുമാണ്. കുടിവെള്ള പദ്ധതികൾ എല്ലാം പൂർത്തിയാക്കി. പട്ടിക്കാട് പൊതുശ്മശാനം പണി കഴിപ്പിച്ചു. SC/ST കോളനിയിൽ വീടുകൾ സൗജന്യമായി നിർമ്മിക്കാൻ തുടങ്ങി. അദാലത്ത് നടത്തി പെൻഷൻ നൽകാൻ സാധിച്ചു. തുടങ്ങിയവയാണ് നേട്ടങ്ങളായി ഭരണപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. ശ്മശാനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തില്ല. പഞ്ചായത്തുകളിലെ റോഡുകളിൽ തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. ദേശീയപാതയടക്കം റോഡുകൾ നന്നാക്കാൻ ഭരണസമിതിക്കായില്ല. കുടിവെള്ളം പല വാർഡുകളിലും എത്തിയിട്ടില്ല. തുടങ്ങിയ ആരോപണങ്ങളാണ് ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നിലവിൽ പാണഞ്ചേരി പഞ്ചായത്തിൽ BJP അംഗങ്ങളില്ല. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചും കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെ വിജയത്തിന്റെ ആത്മവിശ്വാസം ഉൾക്കൊണ്ടും ഇടതുവലത് മുന്നണികളുടെ ചേരിപ്പോരും ആരോപണങ്ങളുമെല്ലാം മുതലെടുത്തും പാണഞ്ചേരി പഞ്ചായത്തിന്റെ ഭരണത്തിൽ ഇടം നേടാനാകുമെന്നാണ് BJP ഉറച്ചു വിശ്വസിക്കുന്നത്. പഞ്ചായത്തിന്റെ വികസന മുരടിപ്പാണ് നിലനിൽക്കുന്നതെന്നും ഇടതുവലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ആവശ്യമായ വികസനം നടന്നിട്ടില്ലെന്നും BJP ആരോപിക്കുന്നു. പാണഞ്ചേരി പഞ്ചായത്തിന്റെ വികസന ആവശ്യങ്ങൾ ഏറെയാണ്. 5 വർഷത്തിനുള്ളിൽ 4 പ്രസിഡന്റുമാർ ഭരിച്ചതിനാൽ സുസ്ഥിര ഭരണം വേണമെന്നതാണ് ജനകീയ ആവശ്യം. പീച്ചി ഡാം ഈ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ വിനോദസഞ്ചാരത്തിന് വലിയ സാധ്യതകൾ ഉള്ള മേഖലയായിട്ടും ഈ രംഗത്ത് യാതൊരു പദ്ധതികളുമില്ലെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. മലയോര മേഖലയിൽ കാട്ടാനശല്യം ഒഴിവാക്കാൻ വൈദ്യുതി വേലി സ്ഥാപിക്കണം. കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായ പദ്ധതികൾ വേണം. മാലിന്യ സംസ്കരണത്തിന് പദ്ധതികൾ വേണം. തുടങ്ങിയവയാണ് ജനം ആവശ്യപ്പെടുന്നത്. പഞ്ചായത്ത് നിവാസികൾക്കും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പീച്ചി ഡാമിലെ കുടിവെള്ളം എല്ലാവർക്കും എത്തിക്കണമെന്നും ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു.